ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഫ്രണ്ട് വീനെക്ക് വന്നിട്ടുള്ള ചൈനീസ് കോളറിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മളിവിടെ മെറ്റീരിയൽ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോപ്പിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോളറിനൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഷോൾഡർ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. അത് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോളറിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. ബാക്ക് പാർട്ട് നമ്മൾ നെക്കൊന്നും കട്ട് ചെയ്യുന്നില്ല, ഫ്രണ്ട് പാർട്ട് മാത്രമാണ് നെക്ക് കട്ട് ചെയ്യുന്നത്. അപ്പം ഫ്രണ്ട് പാർട്ട് ഇതുപോലെ എടുത്ത് വയ്ക്കുക, നല്ല പീസ് എടുത്ത് വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ലൈനിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ലൈനിങ് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താണ് ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മളിത് രണ്ടും കൂടെ ഒരുമിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിനി അളവ് നോക്കാം. ഫ്രണ്ട് നെക്കിന് എന്തോരം വേണമെന്നൊക്കെ ഉള്ളത്. ഇവിടെ നമ്മൾ 3.5 എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3.5, ഒരുപാട് വൈഡായിട്ടല്ല നമ്മളിവിടെ എടുക്കുന്നത്, അതുകൊണ്ടാണ് 3.5 എടുത്തിരിക്കുന്നത്. ലെങ്ത് ഒരു 7 എടുത്തിട്ടുണ്ട്. ലെങ്ത് 7, പിന്നെ വിഡ്ത്ത് 3.5 എടുത്തിട്ടുണ്ട്. 6.5 എടുത്താലും മതി. നമുക്ക് ഒത്തിരി നെക്ക് താഴേക്ക് ഇറങ്ങി പോകണ്ടെന്നുള്ളവർക്ക് 6.5 എടുത്താലും മതി. 6.5, 7 ഇവിടെ എടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ താഴത്തെ വീതി ഒരു 1/2 ഇഞ്ച്, 1/2 ഇഞ്ച് ഇവിടെ എടുക്കുക. 1/2 ഇഞ്ച് 3/4 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 3/4 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് അവിടെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ മുകളിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവരിക. ഇവിടെ ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയിടം വരെ കട്ട് ചെയ്തിട്ട് പിന്നെ മുകളിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവരിക. ഇത്രയേ ഉള്ളൂ നെക്കിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിത് ലൈനിങ്ങും നല്ല പീസുകൂടെ വെച്ചിട്ട് അത് അടിച്ച് മറിച്ച് കൊടുക്കണം. അടിച്ച് മറിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും പുറത്തേക്ക് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമുക്കൊന്ന് അടിച്ച് മറിച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് നമുക്കിവിടെ മുകളിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ട് സൂചി ചേർത്ത് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് കോളറിനുള്ള ക്യാൻവാസ് ഇവിടെ കട്ട് ചെയ്യണം. ക്യാൻവാസ് നമ്മൾ ഇച്ചിരി ലെങ്ത് കൂട്ടിയിട്ടാണ് ഇവിടെ എടുക്കുന്നത്. ഇത്ര അളവൊന്നുമില്ല. ഞാനിപ്പോൾ 23, 24 ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം വിഡ്ത്ത് നമ്മൾ ഇവിടെ 1 ഇഞ്ച് വെച്ച് നമുക്കിതുപോലെ ക്യാൻവാസ് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ നെക്കിൻ്റെ താഴ്ഭാഗത്ത് എത്ര വെച്ചാണോ നമ്മൾ കട്ട് ചെയ്ത് അതനുസരിച്ച് വേണം ഇതിൻ്റെ വീതി കൊടുക്കാൻ. നമ്മളിപ്പം അവിടെ 1/2 ഇഞ്ചാണ്, 1/2 ഇഞ്ചായപ്പോൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ 1 ഇഞ്ച് വരും. ആ രീതിക്കാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പം 3/4 ഇഞ്ചൊക്കെ വെച്ചാണെങ്കിൽ 1.5 വെച്ചെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ക്യാൻവാസിൻ്റെ വിഡ്ത്ത് എടുക്കേണ്ടത്. അതനുസരിച്ച് നമുക്കതായത് ഈ ക്യാൻവാസ് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതൊരു പീസയിലേക്ക് വെച്ച് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തെടുത്തിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ അറ്റം ലോക്ക് ചെയ്ത് കൊടുക്കുക. ലോക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളത് നെക്കിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അതൊക്കെ നമുക്കിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു നെക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പോയി കാണുക. ഇതുപോലത്തെ നെക്ക് തന്നെ, ഇതുപോലത്തെ അല്ല, ബാക്കിലേക്ക് നമ്മൾ ഇതുപോലെയല്ല വരുന്നത്, വേറെ സെപ്പറേറ്റ് ആണ്. അത് നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നമുക്കത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കതൊന്ന് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അരികെ നമ്മൾ ലോക്ക് ചെയ്താണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് അയൺ ചെയ്ത് കൊണ്ടുവരാം. ഞാനിവിടെ അയൺ ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അരികെ ലോക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഇവിടെ നെക്കൊന്ന് അടിച്ച് മറിച്ച് കൊടുക്കണം. നെക്ക് നമ്മൾ അടിച്ച് മറിച്ച് കൊടുത്തിട്ടില്ല. നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഫ്രണ്ട് നെക്ക് നമുക്ക് അടിച്ച് മറിച്ചെടുക്കാം.
ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് അവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും സൂചി നിർത്തുക, വീണ്ടും ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെയും സൂചി നിർത്തിയിട്ട് വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് കൊത്തിട്ട് കൊടുത്തിട്ട് അരികെല്ലാം കൊത്തിട്ട് കൊടുത്തിട്ട് മറിച്ചെടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ രണ്ട് സൈഡും ഇതുപോലെ കൊത്തിട്ട് കൊടുക്കുകയാണ്. കൊത്തിട്ട് കൊടുത്തിട്ട് നമുക്കത് മറിച്ചെടുക്കാം. മറിച്ചെടുത്തിട്ട് അത് നമുക്ക് അതിലേക്ക് ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ബാക്ക് പീസും ഫ്രണ്ട് പീസിൻ്റെയും ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലെ മറിച്ച് കൊടുത്തിട്ടുണ്ട്. മറിച്ച് കൊടുത്തിട്ട് ഇനി ബാക്ക് പീസ് എടുത്ത് വയ്ക്കാം. ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ നല്ല പീസ് ആദ്യം എടുത്ത് വയ്ക്കുക. നല്ല പീസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് എടുത്ത് വയ്ക്കുക. ഫ്രണ്ട് പീസ് എടുത്ത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ നല്ല പീസ് വശത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വരാൻ പാകത്തിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്ത് മറിച്ചെടുത്താൽ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് ഒട്ടും പുറത്തേക്ക് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ മറിച്ചെടുത്തപ്പോഴത്തേക്കും സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അന്നേരം നമുക്കിനി ഇതിലേക്ക് നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കോളർ വെച്ച് കൊടുക്കണം. ഇതുപോലെ ഉള്ളിലേക്ക് കോളർ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആ ക്യാൻവാസ് നമുക്ക് വരുന്നുണ്ടല്ലോ, ആ എൻഡിൽ കൂടി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അന്നേരം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ഉള്ളിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുപോട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ിൻ്റെ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് അടുത്ത സൈഡ് വരെ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് അങ്ങ് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യുക. എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ സൂചി നിർത്തി കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് വെച്ച് നമുക്ക് ആ താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എൻ്റെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ക്യാൻവാസ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇത്രേ കാണിക്കുന്നുള്ളൂ. നമ്മൾ കോളറിൻ്റെ സ്റ്റിച്ചിങ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മളിവിടെ കാണിക്കുന്നില്ല. ഇതിനു മുമ്പ് പല വീഡിയോയിലും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം നമ്മൾ വേറെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ പിക്ക് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.